Hi friends, welcome to Mystery Box. ഇന്നത്തെ ഈ വീഡിയോയിൽ 7000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന ബെസ്റ്റ് 5 സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തതായി വീഡിയോയിലേക്ക് പോകാം. ബഡ്ജറ്റ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ മിക്ക ബ്രാൻഡുകളും ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല വാല്യൂ ഫോർ മണിയായ നല്ല പെർഫോമൻസ് തരുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോണുകളുടെ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ സ്മാർട്ട് ഫോൺ മൈക്രോമാക്സിന്റെ ഇൻ 1B ആണ്. 7000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന ഏറ്റവും പവർഫുള്ളായ സ്മാർട്ട് ഫോണാണ് മൈക്രോമാക്സ് ഇൻ 1B. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 6.52 ഇഞ്ചിൻ്റെ HD+ IPS ഡിസ്പ്ലേ ആണ്. മീഡിയ ടെക്കിൻ്റെ G35 ആണ് പ്രൊസസ്സർ. 2GB റാം 32GB ഇൻ്റർണൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 13 MP + 2 MP ഡുവൽ റിയർ ക്യാമറ, 8 MP ആണ് സെൽഫി ക്യാമറ, 5000 mAh ഒരു വലിയ ബാറ്ററി, 10 വാട്ടിൻ്റെയാണ് ചാർജർ, അതും ടൈപ്പ് സി കേബിളോട് കൂടിയുള്ളത്. ആഡുകളുടെയും ബ്ലോട്ട്വെയറുകളുടെയും ശല്യമില്ലാത്ത സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. 6999 രൂപയാണ് പ്രൈസ്. 7000 രൂപയ്ക്ക് ബെസ്റ്റ് എന്ന് പറയാൻ കാരണം അത്യാവശ്യം നല്ലൊരു സ്പെക്കാണ് ഇത് നൽകിയിട്ടുള്ളത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. പ്രൊസസ്സർ മീഡിയ ടെക്കിൻ്റെ G35 ഒക്ടാ-കോർ ചിപ്സെറ്റ് ആണ്. കൂടാതെ മറ്റ് ബ്രാൻഡുകൾ ഓഫർ ചെയ്യാതെ ടൈപ്പ് സി പോർട്ടും നൽകിയിട്ടുണ്ട്. നിയർ ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. ഗോ എഡിഷൻ ആണ്. പിന്നെ മീഡിയ ടെക് G35 ഒക്ടാ-കോർ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് തീർച്ചയായും പ്രതീക്ഷിക്കാം. അതുകൂടാതെ മെയ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യയും കൂടിയാണ്. രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ഷവോമിയുടെ റെഡ്മി 9A ആണ്. അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് റെഡ്മി 9A. 6.53 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. പ്രൊസസ്സർ മീഡിയ ടെക്കിൻ്റെ G35 ഒക്ടാ-കോർ ചിപ്സെറ്റ് ആണ്. 2GB റാം 32GB ഇൻ്റർണൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 13 MP AI ഡുവൽ റിയർ ക്യാമറയാണ്. 5 MP ആണ് സെൽഫി ക്യാമറ, 5000 mAh വലിയൊരു ബാറ്ററി, 10 വാട്ടിൻ്റെയാണ് ചാർജർ, നോർമൽ മൈക്രോ USB കേബിൾ ആണ്. MIUI 12 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 10 ആയതുകൊണ്ട് തന്നെ ആഡ്സും ബ്ലോട്ട്വെയർസും ഉറപ്പായും പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. 6999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. റെഡ്മി 9Aയിൽ ഈ ഒരു പ്രൈസിന് വേണ്ട ഒരുവിധം സ്പെക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഷവോമി എന്ന നല്ല ബ്രാൻഡിൻ്റേത് കൂടിയാണ്. മീഡിയ ടെക്കിൻ്റെ അത്യാവശ്യം നല്ല G35 ഒക്ടാ-കോർ ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഗോ എഡിഷൻ ആണ്. അതുകൂടാതെ മീഡിയ ടെക് G35 ആണ് പ്രൊസസ്സർ. അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. മീഡിയം ലെവൽ എക്സ്പീരിയൻസും ഗെയിമിങ്ങും ലഭിക്കും. ഡേ ടു ഡേ യൂസേജിൽ സ്മൂത്ത് ആയിരിക്കും, ഒരു പ്രശ്നവും വരില്ല. അടുത്തത് ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 4 ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ബ്രാൻഡാണ് ഇൻഫിനിക്സ്. 6.82 ഇഞ്ചിൻ്റെ വലിയൊരു HD+ IPS ഡിസ്പ്ലേ ആണ്. മീഡിയ ടെക്കിൻ്റെ വീക്ക് ആയിട്ടുള്ള എൻട്രി ലെവൽ ക്വാഡ്-കോർ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 13 MP AI ഡുവൽ റിയർ ക്യാമറ, 8 MP സെൽഫി ക്യാമറ, 6000 mAh ഒരു വലിയൊരു ബാറ്ററി കിട്ടുന്നുണ്ട്. 10 വാട്ടിൻ്റെയാണ് ചാർജർ, മൈക്രോ USB തന്നെയാണ് കേബിൾ. XOS 7.1 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 10 ആയതുകൊണ്ട് തന്നെ ആഡ്സും ബ്ലോട്ട്വെയർസും ഉറപ്പായും പ്രതീക്ഷിക്കാം. 6999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇൻഫിനിക്സ് സ്മാർട്ട് 4ൽ നല്ല സ്പെക്കും നല്ല ബാറ്ററിയുമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതിന് ചില പോരായ്മകളുമുണ്ട്. 6000 mAh വലിയൊരു ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ഏകദേശം 2 ദിവസം ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. 10 വാട്ടിൻ്റെ നോർമൽ ചാർജറാണ് ലഭിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. സ്ട്രോങ് അല്ലാത്ത മീഡിയ ടെക്കിൻ്റെ A22 ക്വാഡ്-കോർ ചിപ്സെറ്റാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടില്ല. കൂടാതെ ഗോ എഡിഷനും ആണ്. ക്വാഡ്-കോർ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഡേ ടു ഡേ യൂസേജിന് അത് ബാധിക്കില്ല. ഓക്കെ ആയിരിക്കും, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. നാലാമത്തെ സ്മാർട്ട് ഫോൺ ടെക്നോ എന്ന ബ്രാൻഡിൻ്റെ ടെക്നോ സ്പാർക്ക് ഗോ 2020 ആണ്. 6.52 ഇഞ്ചിൻ്റെ HD+ IPS ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പ്രൊസസ്സർ മീഡിയ ടെക്കിൻ്റെ എൻട്രി ലെവൽ ക്വാഡ്-കോർ ചിപ്സെറ്റായ ഹീലിയോ A20 ആണ്. 2GB റാം 32GB ഇൻ്റർണൽ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. 13 MP AI ഡുവൽ റിയർ ക്യാമറ, 8 MP സെൽഫി ക്യാമറ, 5000 mAh ആണ് ബാറ്ററി, പക്ഷേ 6 വാട്ടിൻ്റെയാണ് ചാർജർ. iOS ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 10 ആണ് കിട്ടുന്നത്. തീർച്ചയായും ആഡ്സും ബ്ലോട്ട്വെയർസും പ്രതീക്ഷിക്കാം. 6499 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ബിഗിനർ യൂസറിന് വേണ്ട എല്ലാ സ്പെക്കൊക്കെ കിട്ടുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഹീലിയോ A20 ക്വാഡ്-കോർ പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത്. വീക്ക് പ്രൊസസ്സറും ഗോ എഡിഷനും ആയതുകൊണ്ട് നോർമൽ എക്സ്പീരിയൻസ് കിട്ടും. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ സാംസങ്ങിൻ്റെ M01 കോർ ആണ്. ഇതിന് മുന്നേ പറയുന്ന 4 സ്മാർട്ട് ഫോണുകളേക്കാൾ ഏറ്റവും കുറഞ്ഞ സ്പെക്ക് വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ് ഇത്. ഇതൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 5.3 ഇഞ്ചിൻ്റെ HD+ TFT ഡിസ്പ്ലേ ആണ്. IPS LCD പാനലല്ല. മീഡിയ ടെക്കിൻ്റെ MT6739 ക്വാഡ്-കോർ ചിപ്സെറ്റാണ് കിട്ടുന്നത്. 2GB റാം 32GB ഇൻ്റർണൽ സ്റ്റോറേജ് ആണ്. 8 MP സിംഗിൾ റിയർ ക്യാമറ, 5 MP ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 3000 mAh വളരെ കുറഞ്ഞൊരു ബാറ്ററി കപ്പാസിറ്റി, 3.5 വാട്ടിൻ്റെയാണ് ചാർജർ. One UI 2.0 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 10 ഗോ ആണ്.
5999 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഒരു സാംസങ് ഫോൺ എന്ന നിലയിലുള്ള ഒരു സ്പെക്കാണ് M01 കോറിനുള്ളത്. ഡേ ടു ഡേ യൂസേജിൽ ലാഗ് ഒക്കെ കണ്ടേക്കാം, പിന്നെ ബാറ്ററി ഒരു പ്രശ്നമായിട്ട് വന്നേക്കാം. പക്ഷേ കോമ്പാക്റ്റ് പോക്കറ്റ് സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ തീർച്ചയായും പരിഗണിക്കാം. കാരണം ഇതിന്റെ സൈസ് 6 ഇഞ്ച് പോലും വരുന്നില്ല. അതുമാത്രമല്ല ഇതിന്റെ തിക്നെസ്സും വെയിറ്റും വളരെ കുറവാണ്. പിന്നെ സാംസങ് ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് പരിഗണിക്കാം. സാംസങ് M01 കോർ എന്ന സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് ഞങ്ങൾ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഐകാർഡിൽ ഇട്ട് തരാം. 7000 രൂപയ്ക്ക് താഴെയുള്ള 5 നല്ല സ്മാർട്ട് ഫോണുകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.